സ്നേഹപ്പെട്ട എല്ലാവർക്കും പത്തിനത്തിലേക്ക് സ്വാഗതം. ഈ ഒരു മാസം നമ്മൾ പഠിക്കുന്നത് യേശുവിലുള്ള ഓരോ വിശ്വാസികൾക്കും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തിയിലൂടെ ആത്മീയപരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റു വിശ്വാസികളെയും വിശാലമായ സമൂഹത്തെയും നാം സേവിക്കുമ്പോൾ ഇതിന് പ്രായോഗികമായി നാം ഉപയോഗിച്ചാൽ അതെങ്ങനെയായിരിക്കും, അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ആത്മീയപരങ്ങളെക്കുറിച്ചാണ് ഈ ഒരു മാസക്കാലം ദൈവം നമ്മെ പഠിപ്പാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്. ശരീരം മുഴുവനും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. എഫീസർ 4:15 വാക്യം. ദൈവസഭ ശരിയായ ശരീരത്തിൽ തൻ്റെ ജനത്തെ ഒരുമിച്ചാക്കിയത് അന്യോന്യം പ്രയോജനത്തിനായിട്ടാണ്. മറ്റുള്ളവരുടെ കൂട്ടായ്മ ബന്ധത്തിലാണ് നാം പക്വത പ്രാപിക്കുന്നത്. എഫീസർ 4:14 വാക്യം. പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമതയോടും ജീവിപ്പാൻ ദൈവത്തിൻ്റെ ആശ്രയിക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും ജീവിതത്തെ സ്നേഹത്തിൽ പണിതുയർത്താൻ നാം അന്യോന്യം സഹായിക്കേണ്ടതുണ്ട്. നാം ഒരുമിച്ച് കൂടുമ്പോൾ സ്വന്തം കൃപാവരങ്ങൾ ഉപയോഗിക്കുകയും മറ്റുള്ളവരോട് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നത് വഴി ദൈവത്തോടു കൂടെ നടന്ന് അവിടുത്തെ സേവയ്ക്ക് നാം സജ്ജരാകുന്നു. ദൈവം നൽകുന്നതിനനുസരിച്ച് ദൈവജനത്തിൻ്റെ ഇടയിൽ നിങ്ങൾ ശുശ്രൂഷക്കാർ എന്താണെന്ന് കണ്ടെത്താം. കേവലം അതിജീവനത്തിനപ്പുറം അതിജീവാൻ കഴിയും. പങ്കുവയ്ക്കപ്പെടുന്ന സ്നേഹത്തിലൂടെ ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകുകയും നാം കൂടുതൽ യേശുവിനെ പോലെ ആകുകയും ചെയ്യും. യേശുവിനോടും മറ്റുള്ളവരോടുമുള്ള ബന്ധം വളരുന്നതനുസരിച്ച് നമ്മുടെ ദൈവാശ്രിത്വം വർദ്ധിക്കും. ജീവിതത്തിൽ നിങ്ങൾ ആരുടെയൊക്കെ ഒപ്പമാണ്? ഈ ബന്ധങ്ങൾ എങ്ങനെയാണ് ആഴമേറിയതാക്കാൻ കഴിയും? പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ കുടുംബത്തിൻ്റെ ഭാഗമായി മാറി ഞാൻ ഇഷ്ടപ്പെടുന്നു. ആ സ്ഥാനത്ത് പ്രേരണയുള്ളവനായി വസിച്ച് വളരുവാനും മറ്റുള്ളവരെ അങ്ങയെ കൂടുതലായി അറിയുവാനും എന്നെ സഹായിക്കണമേ. ആമേൻ. കഴിഞ്ഞൊരു മാസക്കാലം ദൈവം നമ്മെ അത്ഭുതകരമായി നടത്തി. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പുതിയ മാസക്കാലം ദൈവം ധാരാളം നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു ഓൾ. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങളാണ് നടക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.